10ാം ക്ലാസ് ജോഗ്രഫി ചാപ്റ്റർ 2 കാറ്റിൻ്റെ ഉറവിടം തേടി. എന്താണെന്ന് നമുക്ക് നോക്കാം. അന്തരീക്ഷ വായു ചെലുത്തുന്ന ഭാരമാണ് അന്തരീക്ഷ മർദ്ദം. അന്തരീക്ഷ മർദ്ദത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങളാണ് കാറ്റുകൾക്ക് അടിസ്ഥാന കാരണം. അന്തരീക്ഷ വായു ചെലുത്തുന്ന ഭാരമാണ് അന്തരീക്ഷ മർദ്ദം. അന്തരീക്ഷ മർദ്ദത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങളാണ് കാറ്റുകൾക്ക് അടിസ്ഥാന കാരണം. അപ്പോൾ ഇവിടെ ചോദ്യം, കാറ്റുകൾക്ക് അടിസ്ഥാന കാരണം എന്താണ്? അന്തരീക്ഷ മർദ്ദത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങളാണ് കാറ്റുകൾക്ക് അടിസ്ഥാന കാരണം. അന്തരീക്ഷ മർദ്ദത്തിലെ വ്യതിയാനങ്ങൾ ചതുരശ്ര സെൻറ്റിമീറ്ററിന് 1300 മില്ലിഗ്രാം എന്ന തോതിലാണ് ഭൗമോപരിതലത്തിൽ വായു ചെലുത്തുന്ന ശരാശരി ഭാരം. വായുവിൻ്റെ ശരാശരി ഭാരമാണ് ഭൗമോപരിതലത്തിലെ വായുവിൻ്റെ ശരാശരി ഭാരമാണ് 1034 മില്ലിഗ്രാം. രസബാരോമീറ്റർ എന്ന ഉപകരണം ഉപയോഗിച്ചാണ് അന്തരീക്ഷ മർദ്ദം അളക്കുന്നത്. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് രസബാരോമീറ്റർ അഥവാ മെർക്കുറി ബാരോമീറ്റർ. മില്ലി ബാർ, ഹെക്ടോപാസ്കൽ എന്നീ ഏകകങ്ങളാണ് ഇത് രേഖപ്പെടുത്തുന്നത്. അന്തരീക്ഷ മർദ്ദം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് മില്ലി ബാറും ഹെക്ടോപാസ്കലും. ശരാശരി അന്തരീക്ഷ മർദ്ദത്തിൽ രസത്തിൻ്റെ നിരപ്പ് അത് നിറച്ചിട്ടുള്ള സ്ഫടികക്കുഴലിൽ 76 സെൻറ്റിമീറ്റർ ആയിരിക്കും. ശരാശരി അന്തരീക്ഷ മർദ്ദത്തിൽ രസനിരപ്പ് അത് നിറച്ചിട്ടുള്ള സ്ഫടികക്കുഴലിൽ 76 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോഴത്തെ അന്തരീക്ഷ മർദ്ദം 1013.2 മില്ലിബാർ. അപ്പോഴത്തെ അന്തരീക്ഷ മർദ്ദമാണ് 1013.2 മില്ലിബാർ അഥവാ 1013.2 ഹെക്ടോപാസ്കൽ. ഉയരവും അന്തരീക്ഷ മർദ്ദവും തമ്മിൽ എന്താണ് സാമ്യം എന്ന് നോക്കാം. ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷ മർദ്ദം കുറഞ്ഞു വരുന്നു. ഉയരവും അന്തരീക്ഷ മർദ്ദവും തമ്മിലുള്ള കണക്ഷനാണ്. ഉയരം കൂടുന്തോറും അന്തരീക്ഷ മർദ്ദം കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഏകദേശം 10 മീറ്റർ ഉയരത്തിന് 1 മില്ലിബാർ എന്ന തോതിലാണ് അന്തരീക്ഷ മർദ്ദം കുറയുന്നത്. മുകളിലേക്ക് പോകും തോറും വായുവിൻ്റെ അളവ് കുറയുന്നത് കൊണ്ടാണ് വായുവിൻ്റെ മർദ്ദം കൂടുന്നത്. മുകളിലേക്ക് പോകും തോറും വായുവിൻ്റെ അളവ് കുറയും, അതുകൊണ്ട് വായുവിൻ്റെ മർദ്ദവും കുറയും. മുകളിലോട്ട് പോകും തോറും വായുവിൻ്റെ അളവ് കുറയും, അതുകൊണ്ട് തന്നെ വായുവിൻ്റെ മർദ്ദം കുറയും. പൊന്മുടി, മൂന്നാർ, ഊട്ടി, ബ്രഹ്മഗിരി തുടങ്ങിയ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ ചെവി അടയുന്നതായി അനുഭവപ്പെടും. അതിൻ്റെ കാരണം ഉയർന്ന സ്ഥലങ്ങളിലെ വായുമർദ്ദത്തിലെ കുറവാണ്. ഉയർന്ന സ്ഥലങ്ങളിലെ വായുമർദ്ദത്തിൻ്റെ കുറവാണ്. പൊന്മുടി, മൂന്നാർ, ഊട്ടി, ബ്രഹ്മഗിരി തുടങ്ങിയ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ ചെവി അടയുന്നതായി തോന്നാറുണ്ട്. ഇതിനുള്ള കാരണം ഉയർന്ന സ്ഥലങ്ങളിലെ വായുമർദ്ദത്തിൻ്റെ കുറവാണ്. ഉയരവും അന്തരീക്ഷ മർദ്ദവും വിപരീത അനുപാതത്തിലാണ്. എപ്പോഴും വിപരീത അനുപാതത്തിലാണ്. വായുമർദ്ദത്തെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് പ്രദേശത്തിൻ്റെ ഉയരം. ഉയരം മാത്രമല്ല, താപവും ആർദ്രതയും വായുമർദ്ദത്തെ സ്വാധീനിക്കുന്നുണ്ട്. ഉയരവും താപവും ആർദ്രതയും എല്ലാം വായുമർദ്ദത്തെ സ്വാധീനിക്കുന്നുണ്ട്. വായുമർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഉയരം, താപം, ആർദ്രത. താപവും അന്തരീക്ഷ മർദ്ദവും. മറ്റെല്ലാ വസ്തുക്കളും എന്ന പോലെ വായുവും ചൂടേൽക്കുമ്പോൾ വികസിക്കുന്നു. വായു വികസിക്കുമ്പോൾ സാന്ദ്രത കുറയുന്നു, അതിനാൽ അത് മുകളിലേക്ക് പോകുന്നു. വായു വികസിക്കുമ്പോൾ സാന്ദ്രത കുറയുന്നു, അതുകൊണ്ട് അത് മുകളിലേക്ക് പോകുന്നു. ഇത് വായുവിൻ്റെ മർദ്ദം കുറയ്ക്കാനിടയാക്കും. ഉയർന്നു പോകുന്ന വായു വശങ്ങളിലേക്ക് നീങ്ങുന്നതിനൊപ്പം തന്നെ തണുക്കുകയും
വായുവിന് സാന്ദ്രത കൂടുകയും ചെയ്യുന്നു. ഇത് വൻതോതിൽ വായു താഴ്ന്നിറങ്ങാൻ ഇടയാക്കും. അതിൻ്റെ ഫലമായി അന്തരീക്ഷ മർദ്ദം കൂടുന്നു. താപം കൂടുമ്പോൾ അന്തരീക്ഷ മർദ്ദം കുറയുന്നു. താപം കൂടുമ്പോൾ അന്തരീക്ഷ മർദ്ദം കുറയുന്നു. താപം കുറയുമ്പോൾ അന്തരീക്ഷ മർദ്ദം കൂടുന്നു. താപവും അന്തരീക്ഷ മർദ്ദവും വിപരീത അനുപാതത്തിലാണ്. താപവും അന്തരീക്ഷ മർദ്ദവും വിപരീത അനുപാതത്തിലാണ്. ആർദ്രതയും അന്തരീക്ഷ മർദ്ദവും. അന്തരീക്ഷ വായുവിലെ ജലാംശത്തിൻ്റെ അളവാണ് ആർദ്രത. ആർദ്രത എന്ന് പറഞ്ഞാൽ അന്തരീക്ഷ വായുവിലെ ജലാംശത്തിൻ്റെ അളവാണ്. നീരാവിക്ക് വായുവിനേക്കാൾ ഭാരം കുറവാണ്. അതുകൊണ്ടാണ് ജലം ബാഷ്പമാകുമ്പോൾ അത് അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നത്. ഒരു നിശ്ചിത വ്യാപ്തം വായുവിൽ നീരാവിയുടെ അളവ് കൂടുതലാണെങ്കിൽ സ്വാഭാവികമായും ആ വായുവിൻ്റെ മർദ്ദം കുറവായിരിക്കും. ആർദ്രതയും അന്തരീക്ഷ മർദ്ദവും വിപരീത അനുപാതത്തിലാണ്. ഭൂപ്രദേശത്തിൻ്റെ ഉയരം, അന്തരീക്ഷത്തിലെ ആർദ്രത, അവിടെ അനുഭവപ്പെടുന്ന താപം എന്നിവ അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്നു. ഭൂപ്രദേശത്തിൻ്റെ ഉയരം, ആർദ്രത, അവിടെ അനുഭവപ്പെടുന്ന താപം എന്നിവ അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്നു. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു പ്രദേശത്ത് അന്തരീക്ഷ മർദ്ദം കൂടുതലാണെങ്കിൽ അവിടെ ഉച്ചമർദ്ദമാണെന്ന് പറയാം. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് അന്തരീക്ഷ മർദ്ദം കൂടുതലാണെങ്കിൽ അവിടെ ഉച്ചമർദ്ദം എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ന്യൂനമർദ്ദം? സമതാപ രേഖകൾ എന്താണെന്ന് അറിയാലോ. ഒരേ അന്തരീക്ഷ മർദ്ദമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് സമമർദ്ദ രേഖകൾ. സമതാപ രേഖകൾ എന്ന് വെച്ചാൽ ഒരേ താപമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന രേഖകളാണ്. സമമർദ്ദ രേഖകൾ, ഐസോബാർസ് എന്ന് പറഞ്ഞാൽ ഒരേ അന്തരീക്ഷ മർദ്ദമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകൾ. സമമർദ്ദ രേഖകൾ, ഐസോബാർസ്. സമമർദ്ദ രേഖകൾ നിരീക്ഷിച്ചാൽ ഏതൊരു പ്രദേശത്തിൻ്റെയും അന്തരീക്ഷ മർദ്ദത്തിൻ്റെ വിതരണക്രമം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രണ്ട് വ്യത്യസ്ത ഋതുക്കളിൽ ആഗോള മർദ്ദ മേഖലകൾ. ചില അക്ഷാംശങ്ങൾക്കിടയിൽ അന്തരീക്ഷ മർദ്ദം ഏറെക്കുറെ ഒരുപോലെയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൗമോപരിതലത്തെ വിവിധ മർദ്ദമേഖലകളായിട്ട് തിരിച്ചിരിക്കുന്നു. ഭൂമിയിലെ വിവിധ മർദ്ദമേഖലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ധ്രുവീയ ഉച്ചമർദ്ദ മേഖല, 90 ഡിഗ്രി വടക്ക് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല, 60 ഡിഗ്രി വടക്ക് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല, 30 ഡിഗ്രി വടക്ക് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, 0 ഡിഗ്രി മധ്യരേഖ ന്യൂനമർദ്ദ മേഖല, അതായത് ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല, 30 ഡിഗ്രി തെക്ക് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, 60 ഡിഗ്രി തെക്ക് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല, 90 ഡിഗ്രി തെക്ക് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. ഇതൊക്കെയാണ് ആഗോള മർദ്ദ മേഖലകൾ. മധ്യരേഖ ന്യൂനമർദ്ദ മേഖല 0 ഡിഗ്രി. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. വർഷം മുഴുവൻ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന മേഖലയാണിത്. വർഷം മുഴുവനും സൂര്യരശ്മികൾ ലംബമായിട്ട് പതിക്കുന്ന മേഖലയാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ചൂട് കൂടുതലായിരിക്കും.
അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ചൂട് വളരെ കൂടുതലായിരിക്കും. സൂര്യൻ്റെ ചൂടേറ്റ് വായു വികസിക്കുകയും വൻതോതിൽ ഉയരുകയും ചെയ്യുന്നു. ഈ മേഖലയിലുടനീളം ന്യൂനമർദ്ദം അനുഭവപ്പെടാൻ കാരണം ഇതാണ്. വർഷം മുഴുവനും സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന മേഖലയാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ചൂട് കൂടുതലായിരിക്കും. സൂര്യൻ്റെ ചൂടേറ്റ് വായു വികസിക്കുകയും വൻതോതിൽ ഉയരുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ മേഖലയിൽ എപ്പോഴും ന്യൂനമർദ്ദം അനുഭവപ്പെടാൻ കാരണം. മധ്യരേഖയ്ക്ക് തെക്ക് 5 ഡിഗ്രി മുതൽ വടക്ക് 5 ഡിഗ്രി വരെ. മധ്യരേഖയ്ക്ക് തെക്ക് 5 ഡിഗ്രി. മധ്യരേഖയ്ക്ക് തെക്ക് 5 ഡിഗ്രി മുതൽ വടക്ക് 5 ഡിഗ്രി വരെ. മധ്യരേഖയ്ക്ക് തെക്ക് 5 ഡിഗ്രി മുതൽ വടക്ക് 5 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിലാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. വായു വൻതോതിൽ മുകളിലേക്ക് ഉയർന്നു പോകുന്നു എന്നതുകൊണ്ട് തന്നെ ഇവിടെ കാറ്റുകൾ തീരെ ദുർബലമാണ്. കാറ്റുകളില്ലാത്ത മേഖല എന്ന അർത്ഥത്തിൽ നിർവാത മേഖല അഥവാ ഡോൾട്രംസ് എന്നും ഈ മേഖല അറിയപ്പെടുന്നു. മധ്യരേഖയ്ക്ക് തെക്ക് 5 ഡിഗ്രി മുതൽ വടക്ക് 5 ഡിഗ്രി വരെയുള്ള അക്ഷാംശങ്ങൾക്കിടയിലാണ് നിർവാത മേഖല അഥവാ ഡോൾട്രംസ് എന്നറിയപ്പെടുന്നത്. പണ്ട് പായ്ക്കപ്പലുകളിൽ സഞ്ചരിച്ചിരുന്ന യാത്രികർ ഇവിടെ പേടി സ്വപ്നമായിരുന്നു. അതായത് ഇവിടെ വരുമ്പോൾ കാറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് പായ്ക്കപ്പൽ നീങ്ങാറില്ലായിരുന്നു. ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ്. യൂറോപ്പിൽ നിന്ന് അമേരിക്കയിലേക്ക് പോയിരുന്ന പഴയ ചരക്ക് കപ്പലുകളിലെ ഒരു പ്രധാന കയറ്റുമതി ഇനമായിരുന്നു മുന്തിയ ഇനം കുതിരകൾ. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ കാറ്റുകൾ ദുർബലമായതിനാൽ പായ്ക്കപ്പലുകൾക്ക് സുഗമമായി സഞ്ചരിക്കാനാവാത്ത സാഹചര്യമുണ്ടായിരുന്നു. കപ്പലിൻ്റെ ഭാരം കുറഞ്ഞാൽ സഞ്ചാരം എളുപ്പമാകുന്നതുകൊണ്ട് ഈ കുതിരകളിൽ പലതിനെയും കടലിൽ ഉപേക്ഷിക്കുമായിരുന്നത്രേ. അങ്ങനെയാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയ്ക്ക് കുതിര അക്ഷാംശം എന്ന പേര് വരുന്നത്. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല അഥവാ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. മധ്യരേഖാ പ്രദേശത്ത് നിന്ന് ചൂടുപിടിച്ച് ഉയരുന്ന വായു ക്രമേണ തണുത്ത് ഭൂഭ്രമണത്തിൻ്റെ സ്വാധീനത്താൽ ഉപോഷ്ണ മേഖലയിലെത്തുമ്പോഴേക്കും താഴുന്നു. മധ്യരേഖാ പ്രദേശത്ത് നിന്ന് ചൂടുപിടിച്ച് ഉയരുന്ന വായു ക്രമേണ തണുത്ത് ഭൂഭ്രമണത്തിൻ്റെ സ്വാധീനത്താൽ ഉപോഷ്ണ മേഖലയിലെത്തുമ്പോഴേക്കും താഴുന്നു. ഈ മേഖലയിലുടനീളം ഉച്ചമർദ്ദം അനുഭവപ്പെടുന്നതിൻ്റെ കാരണം ഇതാണ്. ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്. ധ്രുവത്തിനോട് ഏറെ അടുത്തായതിനാൽ ഈ മേഖലയിൽ വായുവിൻ്റെ തണുപ്പ് ഏറെയാണ്. ധ്രുവത്തിനോട് ഏറെ അടുത്ത് ആയതിനാൽ ഈ മേഖലയിൽ വായുവിന് തണുപ്പേറെയാണ്. തണുത്ത വായു ഭൂമിയോട് ചേർന്ന് നിലകൊള്ളുമെങ്കിലും ഭൂമിയുടെ ഭ്രമണം മൂലം ഈ വായു ശക്തമായി ചുഴറ്റിയെറിയപ്പെടുന്നു. ഇതുമൂലം ഉപദ്രവീയ മേഖലയിലുടനീളം ന്യൂനമർദ്ദം അനുഭവപ്പെടുന്നു. ഭൂമി ഭ്രമണം ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഉപദ്രവീയ മേഖലയിൽ ന്യൂനമർദ്ദം ഉണ്ടാകുമായിരുന്നോ? ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. വർഷം മുഴുവനും കൊടും തണുപ്പ് അനുഭവപ്പെടുന്ന മേഖലയാണ്. ധ്രുവങ്ങളിലെ അതികഠിനമായ തണുപ്പിൽ അവിടുത്തെ വായു തണുക്കുന്നതിനാൽ ഈ മേഖലയിൽ സദാ ഉച്ചമർദ്ദമായിരിക്കും. ഭൂമിയിലെ മർദ്ദമേഖലകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ.
സൗരോർജ്ജ ലഭ്യതയിലെ ഏറ്റക്കുറച്ചിലുകളിലും ഭൂമിയുടെ ഭ്രമണവുമാണ് വിവിധ മർദ്ദമേഖലകളുടെ രൂപീകരണത്തിൻ്റെ അടിസ്ഥാനം. സൗരോർജ്ജ ലഭ്യതയിലെ ഏറ്റക്കുറച്ചിലുകളും ഭൂമിയുടെ ഭ്രമണവുമാണ് വിവിധ മർദ്ദമേഖലകളുടെ അടിസ്ഥാനം. സൂര്യൻ്റെ അയനത്തിനനുസൃതമായി മർദ്ദമേഖലകൾക്ക് സ്ഥാനമാറ്റമുണ്ടാകുന്നു. സൂര്യൻ്റെ അയനത്തിനനുസൃതമായി മർദ്ദമേഖലകൾക്ക് സ്ഥാനമാറ്റമുണ്ടാകുന്നു. ഉത്തരായന കാലത്ത് മർദ്ദമേഖലകൾ വടക്കോട്ട് നീങ്ങുന്നു. ദക്ഷിണായന കാലത്ത് തെക്കോട്ട് നീങ്ങുന്നു. സൂര്യൻ്റെ അയനവും ഉത്തരായനവും ദക്ഷിണായനവും എന്താണെന്ന് ഇതിനു മുമ്പുള്ള ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട്. അന്തരീക്ഷ മർദ്ദവും കാറ്റുകളും. അന്തരീക്ഷ മർദ്ദവും കാറ്റുകളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് നോക്കാം. ആഗോളതലത്തിൽ അന്തരീക്ഷ മർദ്ദത്തിലെ ഏറ്റക്കുറച്ചിലുകൾ കാറ്റുകൾ രൂപം കൊള്ളുന്നതിന് കാരണമാകുന്നു. കാറ്റുകൾ രൂപം കൊള്ളുന്നത് എങ്ങനെയാണ്? ആഗോളതലത്തിൽ അന്തരീക്ഷ മർദ്ദത്തിലെ ഏറ്റക്കുറച്ചിലുകളാണ് കാറ്റുകൾ രൂപം കൊള്ളുന്നതിന് കാരണമാകുന്നത്. ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്കുള്ള വായുവിൻ്റെ തിരശ്ചീന ചലനമാണ് കാറ്റുകൾ. എന്താണ് കാറ്റുകൾ? ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്കുള്ള വായുവിൻ്റെ തിരശ്ചീന ചലനമാണ് കാറ്റുകൾ. സസ്യങ്ങളുടെ ഇലകൾ ഇളകുന്നതുകൊണ്ട് മാത്രം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഇളം കാറ്റുകൾ മുതൽ സർവനാശം വിതയ്ക്കുന്ന കൊടുങ്കാറ്റുകൾ വരെയുള്ള വിവിധ തരം കാറ്റുകൾ നമ്മുടെ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നുണ്ട്. കാറ്റുകൾക്ക് പേര് നൽകിയിട്ടുള്ളത് അവ ഏത് ദിശയിൽ നിന്ന് വീശുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാറ്റുകൾക്ക് പേര് നൽകിയിട്ടുള്ളത് അവ ഏത് ദിശയിൽ നിന്ന് വീശുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. തെക്കൻ കാറ്റെന്നാൽ തെക്കുദിശയിൽ നിന്ന് വീശുന്ന കാറ്റ്. ഉത്ഭവിക്കുന്ന പ്രദേശത്തിൻ്റെ സവിശേഷതകൾ കാറ്റിൻ്റെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നു. കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്ന കാറ്റ് നീരാവി പൂരിതമായിരിക്കും. എന്നാൽ വരണ്ട പ്രദേശത്ത് നിന്ന് വീശുന്ന കാറ്റുകൾ നീരാവി രഹിതമായിരിക്കും. കാറ്റിൻ്റെ വേഗവും ദിശയും. കാറ്റിൻ്റെ വേഗവും ദിശയും താഴെ തന്നിട്ടുള്ള ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. 1. മർദ്ദത്തിൻ്റെ ചരിവ്. 2. കോറിയോലിസ് പ്രഭാവം. 3. ഘർഷണം. കാറ്റിൻ്റെ വേഗവും ദിശയും, മർദ്ദത്തിൻ്റെ ചരിവ്, കോറിയോലിസ് പ്രഭാവം, ഘർഷണം എന്നീ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. മർദ്ദത്തിൻ്റെ ചരിവ് എന്താണെന്ന് നോക്കാം. ഭൗമോപരിതലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ അന്തരീക്ഷ മർദ്ദം വ്യത്യാസമായിരിക്കും. ഭൂമിയുടെ ഉപരിതലത്തിലെ വിവിധ പ്രദേശങ്ങളിലുള്ള അന്തരീക്ഷ മർദ്ദം വ്യത്യസ്തമായിരിക്കും. ഇത്തരത്തിൽ തിരശ്ചീന തലത്തിൽ അനുഭവപ്പെടുന്ന മർദ്ദ വ്യതിയാനത്തെ മർദ്ദച്ചരിവ് എന്ന് വിളിക്കുന്നു. ഇങ്ങനെ തിരശ്ചീന തലത്തിൽ അനുഭവപ്പെടുന്ന മർദ്ദത്തിൻ്റെ വ്യത്യാസത്തെയാണ് മർദ്ദച്ചരിവ് എന്ന് വിളിക്കുന്നത്. തിരശ്ചീന തലത്തിൽ മർദ്ദവ്യത്യാസം ഏറെയാണെങ്കിൽ അവിടെ മർദ്ദച്ചരിവ് കൂടുതലായിരിക്കും. തിരശ്ചീന തലത്തിൽ മർദ്ദവ്യത്യാസം ഏറെയാണെങ്കിൽ അവിടെ മർദ്ദത്തിൻ്റെ ചരിവ് കൂടുതലായിരിക്കും. അത്തരം പ്രദേശങ്ങളിൽ കാറ്റിൻ്റെ വേഗതയും കൂടുതലായിരിക്കും. കോറിയോലിസ് പ്രഭാവം നമുക്ക് അടുത്ത പാർട്ടിൽ നോക്കാം.